ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഏകദേശം 1.5-2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഡിസ്റ്റൻസിൽ ഒരു 14 സെൻറ്റ് സ്ഥലവും 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടും ഉണ്ടോ. ഇത് കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടില്ല. ഇത് നമുക്ക് 3 രീതിയിൽ അവർ തരും. ഇത് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ട് സാധാരണ വീട് കൊടുക്കുമ്പോൾ ഫർണിച്ചറൊന്നും ഇല്ലാത്ത രീതിയിൽ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ട് കൊടുക്കും. അല്ല, ഇപ്പം എങ്ങനെയുണ്ടോ അതേ രീതിയിൽ അവർ കൊടുക്കും. അങ്ങനെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഇതിനകത്തുള്ള ബെഡും കോട്ടും കംപ്ലീറ്റ് ഫർണിച്ചർ അടക്കം അങ്ങനെ ഒരു രീതിയിലും തരും. മൂന്നിനും 3 റേറ്റ് ആണ് അവർ പറയുന്നത്. ഇത് ഒലവക്കോട് സ്റ്റേഷനോട് ഞാൻ പറഞ്ഞ പോലെ ഒരു 1.5-2 കിലോമീറ്ററിനുള്ളിൽ ഡിസ്റ്റൻസേ ഉള്ളൂ. ചുറ്റും അത്യാവശ്യം സ്പേസ് ഉണ്ട്. 14 സെന്റ് സ്ഥലമുള്ളത്, 5000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ്. 4 ബെഡ്റൂമാണ്, 4ഉം അറ്റാച്ച്ഡ് ആണ്. ഫ്രണ്ടൊക്കെ കൊടുങ്ങല്ലൂർ മോഡൽ സ്റ്റൈലിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ഇത്രയും സ്പേസ് ഉണ്ട് അല്ലേ. ആ ബെഡ്റൂമിലുള്ള ജനലൊക്കെ നല്ല വലുപ്പത്തിലുള്ള ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ മാസ്റ്റർ ബെഡ്റൂമാണ്. താഴെ തന്നെ താഴത്തെയും മേലത്തെയും 2 ബെഡ്റൂമിനകത്ത് ബാത്ത് ടബ് വരെ ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഈ കാണുന്ന ഈ ഏരിയ മൊത്തം ഗാർഡനിങ്ങും പാഷോ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാൻ ഡൈനിങ് സ്പേസിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഒരു ഷട്ടർ വരെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹൈറ്റിൽ കണ്ടില്ലേ, ഇത് ഷട്ടറാണ്. നമുക്ക് ഓപ്പൺ ചെയ്യും അടയ്ക്കുകയും ചെയ്യാനുള്ള ഷട്ടർ ആയിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഹാളിൽ നിന്ന് ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് നേരെ പാഷയിലോട്ട് കയറുന്ന രീതിയിലാണ്. ഇതൊരു വർക്ക് ഏരിയ സ്പേസ്, കിച്ചണിന്ന് വെളിയിലോട്ട് വരുന്നത്. ഇതാണല്ലോ, ഈ ഹൈറ്റിലാണ് വീടിൻ്റെ ഫ്രണ്ടേജ് ആണല്ലോ. ഇപ്പം മേലെ നമ്മൾ ഷീറ്റ് കൊടുത്തിട്ടില്ല, അവിടെയൊക്കെ ഗ്ലാസ് ആണ് വരിക കേട്ടോ. ഇതിൻ്റെ ഫിനിഷിങ് സ്റ്റേജിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ 3D നമ്മൾ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. അവിടെ നോക്കി നിങ്ങൾക്ക് ഏകദേശം വീടിൻ്റെ ഏത് രീതിയിൽ ഫിനിഷിങ് വരും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് ഫ്രണ്ടിൽ നമുക്കൊരു 2-3 കാറൊക്കെ പാർക്ക് ചെയ്യാം. അതല്ലാണ്ട് ഫുൾ ഗാർഡനിങ് സ്പേസ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് 4-5 കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതാണല്ലേ, നിലമ്പൂർ തേക്കാണ് കംപ്ലീറ്റ്, വുഡ് കംപ്ലീറ്റ് നിലമ്പൂർ തേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് സ്പേസ് ഏരിയ നമുക്ക് കയറുമ്പോൾ തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡബിൾ ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. ഇതല്ല, നല്ല നല്ല സ്പേസ് ഉള്ള ഒരു ഏരിയ ആണ്. അതിലെല്ലാം സീലിങ്ങും വർക്കും ഒക്കെ ചെയ്യാനുള്ളതാണ് കേട്ടോ വർക്ക്. ഇവിടെ നമുക്ക് മേലെന്ന് വെളിച്ചം വരുന്ന രീതിയിലും അല്ലേ, നല്ല ആ ടോപ്പ് ഒന്ന് ഫുൾ താഴെ വരയ്ക്കും നമുക്ക് ഡബിൾ ഹൈറ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് പ്രെയർ ഏരിയ വരുന്നത്. ഈ ഒരു പോർഷൻ പ്രെയർ ഏരിയൻ്റെ സ്പേസ് ആണ്. ഇവിടെ കണ്ടോ, ഇതിൻ്റെ ജനലിൻ്റെ ഒക്കെ ചട്ടമൊക്കെ നിലമ്പൂർത്തേക്കിൻ്റെയാണ് കംപ്ലീറ്റ്. അതോടെ എല്ലാം റെഡി ചെയ്യാനുള്ള ഇനിയൊരു ബാക്കി വർക്കുകൾ മാത്രമേ ഉള്ളൂ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽസ് പറയുമ്പോൾ കജാരയുടെയും അതുപോലെ സിംബോളോയുടെ ടൈൽസും ആണ് ഇതിൽ കംപ്ലീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം കാണുന്നതല്ല, ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന കജാരയുടെയും സിംബോളോയുടെയും ടൈൽസ് ആണ്. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കാൻ അവർ ഉദ്ദേശിക്കുന്ന ബാത്റൂം ഫിറ്റിങ്സ് കാര്യങ്ങൾ ജാഗോറിന്റെ ഹൈ വേരിയന്റിലുള്ള സാധനങ്ങളാണ്. ഇവിടെ ടബ് അടക്കം വരുന്നുണ്ട് കേട്ടോ. ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്, അതിന്റെ വാഷ്റൂമാണ്. അപ്പൊ ഇതിനകത്ത് ഇവിടെ ടബ് വരെ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇതിന്റെ തൊട്ട് മേലെയുള്ള ബെഡ്റൂമും ഇതേപോലെ ബാത്ത് ടബോട് കൂടിയിട്ടുള്ള വാഷ്റൂമാണ് അതിലും കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡ്രസ്സിങ് ഏരിയ സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ വന്നിട്ട് ഇരുമ്പിന്റെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് വാഷ് ബേസിൻ ഏരിയ വരുന്നത്. ഇതാണ് ഡൈനിങ് സ്പേസ് ഏരിയ, ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ. ഇവിടെ നിന്ന് നമുക്ക് വെളിയിലോട്ട് പാഷയിലോട്ട് പോകാനുള്ള സ്പേസ്. ഇത് കിഡ്സിന്റെ താഴെയുള്ള ബെഡ്റൂമാണ്, കിഡ്സ് ബെഡ്റൂമാണ്. ഇതും അറ്റാച്ച്ഡ് ആണ്, സ്പേസ് കാണാം. പക്ഷെ ഒരു പ്രോപ്പർട്ടി ഇതേ രീതിയിൽ നമുക്ക് കിട്ടുക വെച്ചാൽ അവർ ചോദിക്കുന്ന പ്രൈസ് 1,80,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ് കേട്ടോ. ഇപ്പൊ ഇരിക്കുന്ന ഈ സിറ്റുവേഷനിൽ നമുക്ക് കിട്ടുകയാണെങ്കിലും. ഇവിടെയാണ് കിച്ചൺ വരുന്നത്, ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത്. കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് കേട്ടോ, ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയ സ്പേസ് വരുന്നുണ്ട്, ഇവിടെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇതിന്റെ വെളിയിലോട്ട് ഈ സൈഡിൽ നമുക്ക് ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ഇതിന് വെളിയിലായിട്ട് ഈ ഒരു പോർഷനിലാണ് ഒരു പാഷ്യോ ആ സെറ്റപ്പിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരാനുണ്ട്. വർക്കും കാര്യങ്ങളൊന്നും ആയിട്ടില്ല, ലെവൽ വരെ ഫിനിഷ് ആയിട്ടുള്ളൂ. ഇവിടെ നമുക്ക് മേലേക്ക് ഈ ഭാഗത്ത് കണ്ടില്ലേ, ഓപ്പൺ ആയിട്ടില്ല. നമുക്ക് വെളിച്ചം എല്ലാ ഭാഗത്തും, ശരിക്കും പറഞ്ഞാൽ ഡേ ടൈമിൽ നമ്മൾ ലൈറ്റ് ഇടേണ്ട ആവശ്യം വരില്ല. എല്ലാ ഭാഗത്തും നമുക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. സ്റ്റെയർ ഒക്കെ ഇപ്പോൾ ആ ഇരുമ്പിൻ്റെത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിന് മേലേക്കുള്ള ടൈൽസും കാര്യങ്ങളും ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ലൈറ്റിനിങ്ങിൻ്റെയും സീലിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്.
ഫുൾ വർക്ക് ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി എടുക്കണമെങ്കിൽ അവർ ചോദിക്കുന്നത് 2.90 2,90,00,000 ഫുൾ എല്ലാ ഫർണിച്ചർ അടക്കം. അതെങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ ലാസ്റ്റിൽ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, മേലെ നിന്നുള്ള വെളിച്ചം നമുക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ ഏരിയയിലേക്കും കിട്ടുന്ന രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ളതാണ് എല്ലാ ബെഡ്റൂം ഉണ്ട്. ഏകദേശമൊക്കെ 16-13, 16-12 അങ്ങനെയുള്ള റേഞ്ചിലൊക്കെ ഓരോ ബെഡ്റൂം ഉണ്ട്. ഇതും അറ്റാച്ച്ഡ് ആണ്. ഇവിടെയൊക്കെ സീലിംഗ് വർക്ക് എല്ലാത്തിലും പെൻഡിങ് ഉണ്ട്. ഈ ഒരു ഇതിന് മൊത്തം ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സേഫ് ഓർഡേഴ്സിന് ഉണ്ടാകുക. ഇങ്ങനെയാണ് ഇപ്പം ഇതിൻ്റെ ഷേപ്പ് ഉള്ളത്. ഇപ്പം ഇവിടെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ഒന്നുകൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെയുള്ള അതേപോലെ ഇതിലും ബാത്ത് ടബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ്. 16-14, 15 സൈസൊക്കെ ഉള്ള വലിയ ബെഡ്റൂമാണുള്ളത്. 16 അല്ല, അതിലും കൂടുതലുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ബാത്ത് ടബ് വരുന്നുണ്ട് ഇതിനകത്ത്, ഈ ഒരു വാഷ്റൂമിനകത്ത്. ഇപ്പം ഇവിടെ നമുക്ക് ആ താഴെയുള്ള പ്രെയർ റൂമിൻ്റെ അതേ സ്പേസിൽ മേലേക്കുള്ള ഒരു സ്പേസ് ആണ്. സ്റ്റഡി റൂമായിട്ടും കുട്ടികളുടെ ഇത് വന്നിട്ട് ഹോം തിയേറ്ററിനുള്ള സ്പേസ് ആട്ടോ. ഇത് ഹോം തിയേറ്റർ ആണ്. നമ്മൾ താഴെ 2 ബെഡ്റൂം കണ്ടു, മേലെ 2 ബെഡ്റൂം കണ്ടു. ഇത് ഹോം തിയേറ്റർ ഉണ്ട്. ഇതിൽ കംപ്ലീറ്റ് വയറിങ്ങും കാര്യങ്ങളും എല്ലാ സെറ്റപ്പും കഴിഞ്ഞതാണ്. ബാലൻസ് വർക്ക് കൂടിയേ ബാലൻസ് ഉള്ളൂ. സെറ്റിങ് കാര്യങ്ങളും സെറ്റ് ചെയ്യലും ആ ഹോം തിയേറ്ററിൻ്റെ ലെവലിലേക്ക് മാറ്റിയെടുക്കാനുള്ളൂ. ഇവിടെ നമുക്കൊരു ബെഡ്റൂം ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഇത് വെളിയിലോട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഏരിയ. നമ്മളിവിടെ ഒരു ബെഡ്റൂം, അപ്പുറത്തൊരു ബെഡ്റൂം, മേലെ 2 ബെഡ്റൂം തന്നെ കണ്ട്. ഇവിടെ നമുക്ക് ഓപ്പൺ ഏരിയ കിട്ടുന്നുണ്ട്. ഇതിനപ്പുറത്തുള്ളതൊക്കെ വന്നിട്ട് ഇപ്പോൾ ഷീറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫുള്ള് ഗ്ലാസ് ആണ് ഈ ഏരിയ മൊത്തത്തിലാകുന്നത്. ഇവിടെ നിന്ന് അതുവരേക്കുള്ള ഏരിയ മൊത്തത്തിൽ ഗ്ലാസിൻ്റെ ടോപ്പിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഗാർഡനിങ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു എല്ലാ തൂണിലും ഗാർഡനിങ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു വരാന്തയിൽ മൊത്തത്തിൽ ഈ ഷീറ്റെല്ലാം മാറ്റിയിട്ട് ഫുള്ള് ഗ്ലാസ് ആയിരിക്കും ഫിനിഷിങ് സ്റ്റേജ് ആകുമ്പോൾ. ഇതിൻ്റെ കംപ്ലീറ്റ് 3D വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ നിന്ന് നമുക്ക് മേലേക്ക് ടോപ്പിലേക്ക് ഏറ്റവും റൂഫിലേക്ക് കയറാനുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളത്തിൻ്റെ ടാങ്ക് പറയുമ്പോൾ താഴെ സം ടാങ്ക് ആയിട്ട് താഴെ വന്നിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ താഴത്ത് വന്നിട്ട് സം ടാങ്ക് ആയിട്ട് 10,000 രൂപയുടെ അണ്ടർഗ്രൗണ്ടിലാണ് ടാങ്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ 3000 ലിറ്ററിൻ്റെ ടാങ്ക് ഇവിടെ ടോപ്പിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഏരിയ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒക്കെ ട്രസ് വർക്ക് കംപ്ലീറ്റ് മൊത്തത്തിൽ ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടാങ്കാണ് 3000 ലിറ്ററിന്റെ ടാങ്ക് ഉള്ളത് കേട്ടോ. ഇവിടെ സ്പേസ് നമുക്ക് കാണാം. ഇവിടെ ചുറ്റുമായിട്ട് ഇഷ്ടംപോലെ വീടുകളുള്ള നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഞാൻ പറഞ്ഞു ഏകദേശം 1.5-2 കിലോമീറ്ററിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ KV ഒലോക്കോട് KVൻ്റെ അവിടെ നോക്കുമ്പോൾ നമുക്കൊരു 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസേ വരത്തുള്ളൂ. അതുപോലെ A to Zൻ്റെ അവിടെ നോക്കുമ്പോൾ ഒരു 500 മീറ്റർ മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇവിടെ കിഡ്സിന് കളിക്കാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഒരു ചെറിയൊരു സെറ്റപ്പ് കൂടിയും ചെയ്യാം ടോപ്പിൽ. ഓക്കെ, കണ്ടില്ലേ? അപ്പം ഇതാണ് ഇപ്പോൾ ടോട്ടൽ പ്രോപ്പർട്ടി. 14 സെന്റ് സ്ഥലം, 5000 സ്ക്വയർ ഫീറ്റ് വീട്. ഇതിൽ 4 ബെഡ്റൂം ഉണ്ട്, 4 അറ്റാച്ച്ഡ് ആണ്. നല്ല മനോഹരമാക്കി സെറ്റ് ചെയ്തിന് ഫിനിഷിങ് ടൈം വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് സമയത്ത് ഇതിൻ്റെ കംപ്ലീറ്റ് ഓരോരോ ഫോട്ടോ ആയിട്ട് ഓരോ ബെഡ്റൂം എങ്ങനെ ഉണ്ടാവും, ഈവൻ ഡൈനിങ് സ്പേസ് എങ്ങനെ ഉണ്ടാവും, എല്ലാത്തിൻ്റെ ഫോട്ടോസും ഇതിനകത്ത് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഒരു പണി തീരാത്തൊരു ലെവലിൽ നിൽക്കുകയാണ്. ഇതുണ്ട് നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു ബാൽക്കണി ഫ്രണ്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതാണ് കൊടുങ്ങല്ലൂർ സ്റ്റൈലിലുള്ള ഫ്രണ്ടേജ് ആണ് കേട്ടോ. ഇതിന് തന്നെ അവിടുന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്തെടുത്താണ് ഇത് മൊത്തത്തിൽ. നല്ല ഫ്രണ്ടിൽ നല്ല സ്പേസ് ഉള്ള ഒരു ഗാർഡനിങ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും നല്ലൊരു ഏരിയ ഉണ്ട്. ഇഷ്ടംപോലെ വീടുകളുള്ള ഏരിയ തന്നെ കേട്ടോ. നല്ല മനോഹരമാക്കിയിട്ടുള്ള ഒരു വീടാണ്. ഇതിൻ്റെ ഫിനിഷിങ് സ്റ്റേജ് എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാനാണെങ്കിൽ നമുക്കിത് കഴിഞ്ഞിട്ട് നോക്കാം. ഇപ്പോൾ ഇതിവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ടോപ്പ് വരയ്ക്കും. ആ ഒരു വെളിച്ചം വരാനായിട്ടുള്ള ഒരു പർഗോള സെറ്റപ്പ് മൊത്തത്തിൽ ടോപ്പിൽ ഗ്ലാസ് ആണ്, ഫുള്ളി ടോപ്പ് ഗ്ലാസ്ഡാണ്. ഇതുപോലെ ഉണ്ടാവും നമുക്ക് ലിവിങ് ഏരിയ സ്പേസ് ഈ ഒരു ലെവലിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതാണ് ആ ഒരു ഹാളിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തതെന്ന് വെച്ചാൽ ആ ലെവലിൽ ഉണ്ടാവുക.
ഇങ്ങനെ ഓരോ റൂമിനും ഓരോ ലെവലുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ ഏരിയ, പ്രെയർ റൂമിൻ്റെ ഏരിയ, അതുപോലെ തന്നെ ഡൈനിങ് സ്പേസ് ഏരിയ ആണ് ഈ കാണുന്നത്. സോ ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞ പോലെ 14 സെന്റ് സ്ഥലം, 5000 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂമോട് വീട്ടിൽ ഈ പ്രോപ്പർട്ടിക്ക് ഇതിന്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് ഫിനിഷിംഗ് കംപ്ലീറ്റ് ഈ രീതിയിൽ ഫിനിഷ് ചെയ്ത് കിട്ടുന്ന 2,90,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. ഇനി നോർമൽ ഈ സെറ്റിയും ബെഡോ കാര്യമൊന്നും ഇല്ലാണ്ട് നോർമൽ ഫിനിഷിംഗ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 2,30,00,000 രൂപയാണ്. ഇനി ഇപ്പൊ ഇരിക്കുന്ന അതേ സെറ്റപ്പിലാണ് അവർക്ക് വേണ്ടെങ്കിൽ, ഇപ്പൊ എങ്ങനെയുണ്ടോ ഫിനിഷിംഗ് ആകാതെ നോർമൽ ലെവലിലാണെങ്കിൽ 1,80,00,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. ഇതെല്ലാം നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാവുന്നതിന്റെ ഫ്രണ്ട് വ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക. നമ്മളത് വിൽക്കാനുള്ള ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടാവും. ഫ്രണ്ട്സ്, നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. അവർക്ക് ഇതുപോലത്തെ വീഡിയോ ആവശ്യമായിട്ടുണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.